നമസ്കാരം. പാർലമെന്റിൽ ശീതകാല സമ്മേളനം നടക്കുകയാണ്. അതിനിടെ കള്ളപ്പണം കൈകാര്യം ചെയ്യുന്നതിൽ PhD എടുത്ത കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ കള്ളത്തരം കൂടി വെളിയിൽ വന്നു. രാജ്യസഭയിലെ പതിവ് ചെക്കിങ്ങിനിടെ കോൺഗ്രസ് MP മനു അഭിഷേക് സിംഗ്വിയുടെ രാജ്യസഭയിലെ ഇരിപ്പിടത്തിൽ നിന്നും നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് കോൺഗ്രസ് നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ നാട്ടിച്ചിരിക്കുകയാണ്. അംഗത്തിന്റെ സീറ്റ് നമ്പറായ 222 സമീപത്ത് നിന്നാണ് പണം കണ്ടെത്തിയതെന്നാണ് വിവരം. രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻകർ ഇത് സംബന്ധിച്ച വിശദീകരണം രാജ്യസഭയിൽ നൽകിയിട്ടുണ്ട്. എത്ര രൂപയാണ് കണ്ടെത്തിയതെന്നോ എത്ര നോട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു എന്നതോ സംബന്ധിച്ച് ഇതുവരെയും വ്യക്തത ഒന്നുമില്ലെങ്കിലും സംഭവം സത്യമാണെന്ന് നാട്ടുകാർ മൊത്തം അറിഞ്ഞതിന്റെ ലഭ്യതയിലാണ് ഇപ്പോൾ കോൺഗ്രസ് ആകെ. രാജ്യസഭയിൽ പോകുമ്പോൾ 500 രൂപയുടെ ഒരു നോട്ട് മാത്രമാണ് തന്റെ കൈവശം ഉണ്ടാകാറുള്ളതെന്നും തന്റെ സീറ്റിൽ നിന്നും നോട്ട് കണ്ടെത്തിയെന്ന ആരോപണം ശരിയല്ലെന്നുമാണ് സംഭവത്തിൽ മനു അഭിഷേക് സിംഗ്വിയുടെ പ്രതികരണം. ഇത് ആദ്യമായിട്ടൊന്നുമല്ല പക്ഷേ കക്ഷിയുടെ സീറ്റിൽ നിന്നും നോട്ടൊക്കെ കിട്ടുന്നത് കേട്ടോ. വോട്ടാക്കാൻ വേണ്ടിയുള്ള നോട്ട് കക്ഷത്ത് കൊള്ളില്ലാത്തതുകൊണ്ട് കക്ഷി സീറ്റിനടിയിൽ തിരികെതാകാനേ സാധ്യതയുള്ളൂ. എന്തായാലും ആരോപണം നിഷേധിക്കാനല്ലേ സിംഗിക്ക് പറ്റൂ. അതങ്ങ് നിഷേധിച്ചു. രാജ്യസഭയിലേക്ക് വരുമ്പോൾ 500ന്റെ നോട്ടാണ് കയ്യിൽ ഉണ്ടായിരുന്നതെന്ന് സിംഗി പ്രതികരിക്കുന്നു. ഇത്തരത്തിലൊന്ന് ആദ്യമായാണ് കേൾക്കുന്നതെന്നാണ് സിംഗി പറയുന്നത്. ഈ ആരോപണം തന്നെ അത്ഭുതപ്പെടുത്തുന്നു. 12:57 താൻ രാജ്യസഭയിൽ എത്തിയെന്നും 1 മണിക്ക് ഭക്ഷണത്തിനായി സഭ പിരിഞ്ഞു. അതിനുശേഷം 1:30 വരെ ക്യാൻറ്റീനിൽ ഉണ്ടായിരുന്നുവെന്നും സിംഗി അറിയിക്കുന്നു. 1:30 ശേഷമാണ് പാർലമെന്റിൽ നിന്ന് ഇറങ്ങിയെന്നതൊക്കെ എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ട്. തെലങ്കാനയെ പ്രതിനിധീകരിച്ചാണ് സിംഗി രാജ്യസഭയിൽ എത്തിയത്. എന്തായാലും നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ രാജ്യസഭാ ചെയർമാൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സീറ്റിന്റെ നമ്പറും അവിടെ ഇരിക്കുന്ന MP പേരും വെളിപ്പെടുത്തിയത് കോൺഗ്രസ് നേതാക്കൾ ചില്ലറ ബഹളമൊന്നുമല്ല അവിടെ കാണിച്ചു കൂട്ടിയത്. വേറെ ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് അന്വേഷണം ആരംഭിക്കുന്നതിന് മുമ്പ് കോൺഗ്രസ് സംഘത്തെ കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ലെന്ന ഒരു വാക്ക് പറഞ്ഞ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതികരിക്കുന്നു. കേരളത്തിലെ കള്ളപ്പണ ഇടപാടിന്റെ ചർച്ചയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അടുത്തത് രാജ്യസഭയിലാകാമെന്ന മട്ടിലാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രവൃത്തി. നോട്ടുകെട്ട് കണ്ടെത്തിയ സംഭവം വലിയ വിഷയമാക്കേണ്ട എന്നാണ് കോൺഗ്രസുകാരുടെ പക്ഷം. അതെന്താ അങ്ങനെ? ഒരു സ്രോതസ്സും ഇല്ലാത്ത ഒരു നോട്ടുകെട്ട് സ്വന്തം സീറ്റിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടും എങ്ങനെയാണ് ഇതുപോലെയൊക്കെ പറയാൻ പറ്റുക എന്നാണ്. കണ്ടുപിടിക്കും വരെ കോൺഫിഡൻസ് നല്ലതാണ് കോൺഗ്രസെ.